വീണ്ടും ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇറങ്ങിയ ഒരു സിനിമ തന്നെയാണ് 2012 പടം ലാൽ ജോസിന്റെ അയാളും ഞാനും തമ്മിൽ. ഈ സിനിമ ഞാൻ അങ്ങനെ ഒരുപാട് തവണ കണ്ട പടമൊന്നുമല്ല കേട്ടോ. പക്ഷെ ഇതിലെ പാട്ടില്ലേ, അഴലിന്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞുപോയി, ആ പാട്ട് ഒരിടയ്ക്ക് ഞാൻ ഇങ്ങനെ ദേശീയ ഗാനം പോലെ എല്ലാ ദിവസവും ഇങ്ങോട്ടുണ്ടെന്നൊരു പാട്ടായിരുന്നു. ഇതിലേക്ക് ഞാൻ വരാം. ഇതിലെ പാട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. പിന്നെ ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ലാൽ ജോസ് അന്ന് വരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പടം, പൃഥ്വിരാജിന്റെ കരിയറിലെ വളരെ നോട്ടബിൾ ആയിട്ടുള്ള ഒരു കഥാപാത്രം, അതുപോലെ തന്നെ ബോബി സഞ്ജയ് എഴുതിയിട്ടുള്ള കുറച്ച് നല്ല സ്ക്രിപ്റ്റുകളിൽ ഒന്ന് അയാൾ ഞാനും തമ്മിൽ മൂവിയുടെ സ്ക്രിപ്റ്റ് ആണ്. പിന്നെ ഈ പടത്തിന്റെ ക്യാമറ ചെയ്തിട്ടുള്ളത് ജോമോണ്ടി ജോൺ ആണ്. ഈ സിനിമയിൽ തന്നെ ജനുവരിയിൽ യുവലഹരിയിൽ വരുന്ന പാട്ടില്ലേ, അത് ആദ്യം ടി വിയിലെല്ലാം വരുന്ന സമയത്ത് വളരെ രസമുള്ള ഫ്രെയിമും കാര്യങ്ങളൊക്കെ ആയിരുന്നു, നൈസായിരുന്നു. ഓസി ബഷന്റെ നല്ല പാട്ടുകൾ. ഇനി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഒരാളിന്റെ ഒരു പ്രൊഫഷനെ സംബന്ധിക്കുന്ന ഒരു സിനിമയൊന്നുമല്ല. ഞാൻ ആദ്യം അങ്ങനെയാണ് വിചാരിച്ചത്, ഒരു മെഡിക്കൽ ഫീൽഡ് അങ്ങനെയൊക്കെ ആയിരിക്കുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് ആദ്യം അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ കുറച്ച് വലുതായി വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇതൊരു ചെറുപ്പക്കാരന്റെ കോളേജ് ലൈഫ് മുതൽ രണ്ട് പ്രൊഫഷൻ, ഒരു മിഡിൽ ഏജ് എന്നൊക്കെ പറയാൻ പറ്റുന്ന സമയം വരെയുള്ള ഒരു സ്റ്റോറിയാണ്. അത് നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നോൺ ലീനിയർ ആയിട്ടാണ് സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത്. ഒരു പക്ഷേ ലീനിയർ ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഒരു കുറച്ചൊക്കെ ബോറിങ്ങും ലാഗും വരാവുന്ന ഒരു കഥയെ നോൺ ലീനിയർ ആയിട്ട്, അതായത് ലെയർ പോലെ പണ്ടത്തേതും പുതിയതുമായിട്ടുള്ള സിറ്റുവേഷൻസിനെ അടുക്കി പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കിടിലൻ സ്ക്രിപ്റ്റ് ആയിരുന്നു. സ്ക്രിപ്റ്റിലൊന്നും നമുക്ക് എവിടെ ഒരു ലൂപ്പ് ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല. അതെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു ഫില്ല് ചെയ്ത് വെച്ച പോലെയാണ് ഇത് സ്ക്രിപ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ക്യാമ്പസ് ലൈഫിൽ കുറച്ച് അടിപൊളിയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഈ നരേൻ പൃഥ്വിരാജ് കോമ്പിനേഷൻ വരുന്ന സമയത്ത് തന്നെ ഒരു രസമുള്ള കോമ്പിനേഷൻ ആണ് അത്. ഇപ്പോ നമ്മൾ ഈ റോബിൻ ഹുഡിൽ നോക്കിക്കഴിഞ്ഞാല് രസമാണ് അവരുടെ രണ്ടുപേരും തമ്മിലുള്ള കോമ്പിനേഷൻസ്. പിന്നെ ക്ലാസ്മേറ്റിൽ ഓൾറെഡി അവരുടെ കോമ്പിനേഷൻ വർക്ക് ആയതാണ്, അത് നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തതാണ്. പക്ഷെ അധികം സിനിമകളിലൊന്നും കാണാതെ കുറച്ച് സിനിമകളുടെ കോമ്പിനേഷൻ വരും. ഇപ്പൊ നമ്മൾ ലാലേട്ടൻ മുകേഷ്, അതുപോലെ തന്നെ ലാലേട്ടൻ ശ്രീനിവാസൻ എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരുപാട് സിനിമകളിൽ നമ്മളൊരു കണ്ടിട്ടുണ്ട്. പക്ഷെ കുറച്ച് സിനിമകളിൽ മാത്രം ഒരുമിച്ച് വന്നിട്ട് നല്ലൊരു കോമ്പിനേഷൻ വർക്ക് ആവുന്നത് കുറച്ച് റയർ ആണ്. ആ കാര്യത്തിൽ ഈ നരേൻ പൃഥ്വിരാജ് കോമ്പിനേഷൻ ഞാൻ മുമ്പേ ശ്രദ്ധിച്ചൊരു കാര്യമായിരുന്നു. അപ്പോൾ ആ ഒരു പരിപാടി, കോളേജിന്റെ പരിപാടി. പിന്നെ ഞാൻ അത്രയും നാൾ വിചാരിച്ചത് ഈ മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അത്യാവശ്യം ബുജികളും, അതായത് പ്രായത്തിൻ്റെതായിട്ടുള്ള ചിലതൊക്കെ ഉണ്ടാവുമെങ്കിലും ആ ഒരു പ്രൊഫഷൻ കുറച്ച് സീരിയസ് ആയതുകൊണ്ട് കുറച്ച് സീരിയസ് ആയിരിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ ഈ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലുള്ളത് പോലെ തന്നെ അത്യാവശ്യം ഉഴപ്പന്മാരും ഈ കോപ്പിയിടന്മാരും തല്ലിപ്പൊളികളായിട്ടുള്ള നമ്മളെ പോലെ തന്നെയുള്ള ആൾക്കാർ തന്നെയാണ് ഈ MBBS സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. പിന്നെ ഈ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ ഈ സിനിമയില് ഒരു പെർഫോമൻസ്, കലാഭവൻ മണിയുടെ SI പുരുഷോത്തമൻ എന്ന് പറയുന്ന ആ ക്യാരക്ടർ ഉണ്ടല്ലോ, അത് ഒരു കിടിലൻ കഥാപാത്രമാണ്. നമുക്ക് ആദ്യം കാണുന്ന സമയത്ത് അതായത് ഈ പൃഥ്വിരാജ് മറ്റേ ഡോക്ടർ സാമുവലിന്റെ അടുത്തേക്ക് പോവല്ലോ മൂന്നാറിലേക്ക്, ആ ഒരു എൻട്രിയിൽ തന്നെ ഇവർ തമ്മിലുള്ള ഒരു കശവിശ ഉണ്ടാവുന്നുണ്ട്. ആ ഒരു ബ്രിഡ്ജിന്റെ മേലെ ഇവിടെ പോകുന്ന സമയത്ത് പോലീസ് ജീപ്പ് നിർത്തിയിട്ടുണ്ടാകും. അവിടെ വെച്ച് കാറ് ഒരു ലോറി ഓപ്പോസിറ്റ് ആയി കയറി വരുന്നതും ജീപ്പിൽ മുട്ടുന്നതും അവിടെ വെച്ച് തന്നെ ഒരു ക്രാഷ് ഉണ്ടായി. പിന്നെ അയാൾക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി പോയി, പണിയുടെ ജോലി പോയി. പിന്നെ അന്ന് രാത്രി സൈനുവിന്റെ കല്യാണം, അതായത് ഇവര് ഈ രജിസ്റ്റർ മാരേജ് ചെയ്യാനായിട്ട് ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്തിട്ട് അന്ന് രാവിലെ 3 മണിക്ക് അയാൾ മൂന്നാറിന്ന് വരുമ്പോഴത്തേക്ക് ചെക്കിങ് ഉണ്ടാവില്ല, പോലീസ് ചെക്കിങ്, അയാള് പൃഥ്വിരാജിനെ പിടിച്ചു വെക്കുന്നതും പിന്നെ കല്യാണം നടക്കാതെ പോകുന്നതും അയാളുടെ ലൈഫ് ഫുള്ള് ഫ്ലോപ്പ് ആയി പോകും. പിന്നെ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടിരിക്കുന്ന സമയത്താണ് ഇയാളുടെ മകള് ഒരു കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഒരു അമ്മ കയറി വരും. അപ്പോൾ പൃഥ്വിരാജ് ആയിരിക്കും ഡ്യൂട്ടിയിൽ. ഇയാള് കുഞ്ഞിനെ ചികിത്സിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പരിശോധിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ബാക്കിൽ മണി വരുന്നത്. അപ്പോ നമ്മുടെ ദേവി തരകൻ പറയും ഈ കുഞ്ഞിനെ ഞാൻ ചികിത്സിക്കില്ല. അപ്പോ ഈ നമ്മളൊരു പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും ഒരേപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നൊക്കെ പറയുന്നത് അത് ശരിക്കും ഒരു ടാസ്ക് ആണ്. അത് നമ്മളൊരു പ്രൊഫഷനിൽ എത്തുന്ന സമയത്താണ് നമുക്കത് മനസ്സിലാവുക. പേഴ്സണൽ ലൈഫിൽ നമുക്ക് വിരോധമുള്ള ആൾക്കാരോ അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചില ടീച്ചേഴ്സ് എല്ലാം രാവിലെ വന്നിട്ട്, അതായത് നോർമലി അവർ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്ന നമ്മളോടൊക്കെ പെരുമാറുന്ന ആൾക്കാരാണെങ്കിൽ പോലും ചില ദിവസങ്ങളിൽ വല്ലാണ്ട് ഭ്രാന്ത് പിടിച്ച പോലെ ചെയ്യാറൊക്കെ ഇല്ലേ, ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുക, അടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെ ആലോചിച്ചിട്ടുണ്ട് ചേട്ടാ ഇവർക്ക് എന്താണ് പറ്റിയത്, ഇവരിങ്ങനൊന്നും അല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കാറില്ലേ. പക്ഷെ നമ്മൾ ആ ഒരു ജോലിയിലേക്ക് എത്തുന്ന സമയത്ത് മനസ്സിലാവും നമ്മൾ പലപ്പോഴും നമ്മുടെ പേഴ്സണൽ ലൈഫിലെ പ്രഷറും കാര്യങ്ങളൊക്കെ തീർക്കുന്നത് നമ്മുടെ പ്രൊഫഷനിലൊക്കെ ആയിരിക്കും. സോ എന്തുകൊണ്ട് മെഡിക്കൽ ഫീൽഡിൽ അങ്ങനെ ഇത് ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സാമുവൽ, അതായത് പ്രതാപ് പോത്തന്റെ കഥാപാത്രം വളരെ ഈ
ഉപദേശം ടൈപ്പിലല്ലാതെ സബ്റ്റിലായിട്ട് പറഞ്ഞു പോകുന്ന ഒരു സിനിമ കൂടിയായിരുന്നു അയാളും ഞാനും തമ്മിൽ എന്നുള്ളത്. പിന്നെ പ്രതാപ് പോത്തന്റെ ക്യാരക്ടർ എടുത്തു കഴിഞ്ഞാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ഡോക്ടർ രവി തരകന് അത്ര നാള്, അതായത് ഇയാളുടെ മെഡിക്കൽ പ്രൊഫഷനിൽ എടുത്തു, അയാൾ ഡോക്ടറായിട്ട് വരുന്നത് വരെ ലൈഫിനോട് അങ്ങനെ വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ഒന്നുമല്ല, ഒരു സീരിയസ് അപ്രോച്ച് ഒന്നുമല്ല. അയാൾക്ക് ഒരു പ്രണയമുണ്ട്, അയാളൊരു പ്രൊഫഷണൽ കോഴ്സ് അയാളുടെ കയ്യിലുണ്ട്, അയാളുടെ ഡോക്ടറാണ് എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ലൈഫിൽ അതിന് കൃത്യമായിട്ട് ലക്ഷ്യമൊന്നും ഇല്ലാതെ ഇങ്ങനെ പോകുന്ന ഒരു നോർമൽ ചെറുപ്പക്കാരനാണ്. പക്ഷെ ഇയാൾ എന്തായി തീരണം, എന്താണ് ഇയാളുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇയാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, വ്യക്തമായിട്ടുള്ള ഒരു ഡയറക്ഷൻ അയാൾക്ക് കിട്ടുന്നത് നമ്മുടെ ഡോക്ടർ സാമുവലിനെ കണ്ടതിന് ശേഷമാണ്. ഡോക്ടർ സാമുവലുമായിട്ടുള്ള ഫസ്റ്റ് മീറ്റിൽ തന്നെ ഒരു കണക്ഷൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇയാള് ഡോക്ടർ രവിയോട് സംസാരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് രാഹുലിനെ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. രാഹുൽ ആക്ച്വലി ഈ സാമുവലിന്റെ മകനാണ്, അതായത് നമ്മുടെ ശ്രീനാഥ് ബാസിയുടെ കഥാപാത്രം. ആ ചെക്കനാണെങ്കിൽ ഒരു അഴുക്ക് ചെക്കൻ, അത് കണ്ടിട്ടുണ്ടാവല്ലോ സിനിമയില്. പിന്നെ അവൻ എന്തൊരു ഡ്രഗ് കേസിൽ അറസ്റ്റിലാവുന്നതോ ഇവനെ ജാമ്യത്തിൽ ഇറക്കാനായിട്ട് സാമുവല് പോലും, അപ്പൊ 1,00,000 രൂപ പോലും അയാളുടെ അടുത്ത് എടുക്കാനില്ല എന്നൊക്കെ പറയുന്നതൊക്കെ. അപ്പോൾ അയാളുടെ, അതായത് ഈ ഡോക്ടർ സാമുവലിന്റെ ലൈഫും അത്രയ്ക്ക് പെർഫെക്റ്റ് ഒന്നുമല്ല. പക്ഷെ പ്രൊഫഷൻ എടുത്തു നോക്കിക്കഴിഞ്ഞാല് അയാൾ ഒരു കിഡിലൻ ഡോക്ടറാണ്. പക്ഷെ അയാളുടെ ഹോസ്പിറ്റലിന് ഇട്ടിട്ടുള്ള ഒരു പേരില്ലേ, റെഡംഷൻ ഹോസ്പിറ്റൽ, അത് കുറച്ച് ലൈറ്റർ ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് മൂന്നാർ പോലത്തെ ഒരു സ്ഥലത്ത് ആൾക്കാർക്ക് പറയാൻ പോലും പറ്റാത്ത രീതിയിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവുക വെച്ചാല് അത് ആക്ച്വലി ബിസിനസ് പരമായി നോക്കിക്കഴിഞ്ഞാൽ ഒരു പരാജയമാണ്. എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു പേരാണെങ്കിൽ കുറച്ചുകൂടി സെറ്റ് ആവുമായിരിക്കും. പിന്നെ ഈ സിനിമയിൽ ചില ഒന്ന് രണ്ട് ഫ്ലോപ്പ് എനിക്ക് തോന്നിയെന്ന് വെച്ചാല്, രണ്ട് കഥാപാത്രങ്ങളുണ്ട്. അതിലൊന്ന് നമ്മുടെ റീമ കല്ലിങ്കലിന്റെ ക്യാരക്ടർ ഇല്ലേ, ദിയ, അത് ഫ്ലോപ്പ് ആണെന്നല്ല കേട്ടോ. അവര് ഈ പൃഥ്വിരാജുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഫസ്റ്റ്, അതായത് ഇവരുടെ ഹോസ്പിറ്റലിലേക്ക് പുതിയ എക്യുപ്മെന്റും കാര്യങ്ങളെല്ലാം വരുമല്ലോ, അപ്പൊ അതിൽ ചില സാധനങ്ങളൊക്കെ എക്സ്പയർ ആയിരിക്കുമല്ലോ. അപ്പൊ ഈ എക്സ്പയർ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ട് രണ്ടുപേരും തമ്മിലൊരു ടോക്ക് ഉണ്ടാകുന്ന സമയത്ത് ഈ റിമയുടെ ക്യാരക്ടർ പറയും, ഞാനിവിടെ 1-2 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഡോക്ടർ വന്നിട്ട് ആകെ 1-2 മാസമേ ആയിട്ടുള്ളൂ എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ പൃഥ്വിരാജ് ചോദിക്കില്ലേ, ഒരു 1/2 മണിക്കൂർ ഫ്രീ ആകുമോ ചോദിച്ചിട്ട് ഈ റിമയും കൊണ്ട് ഒരു വീട്ടിലേക്ക് വെക്കും. അപ്പൊ വീട്ടിലുണ്ടാവുന്നത് ഇവരുടെ ഒരു പേഷ്യന്റ് ആയിരിക്കും, ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു ചെക്കൻ. അപ്പൊ ഇവന്റെ ഹാർട്ടിന്റെ വാൽവോ അങ്ങനെ ഒരു സാധനം മാറ്റി വെച്ചു. ആ വാൽവ് എക്സ്പയർ ആയതുകൊണ്ട് ഇവന്റെ ബോഡിയുടെ ഒരു ഭാഗത്തേക്കുള്ള ബ്ലഡ് ഫ്ലോ നിലച്ചു പോവുകയും അത് പിന്നീട് മുറിച്ചു കളയുകയും ചെയ്യും. അവന്റെ കാല് ഇങ്ങനെ മുറിച്ചു കളഞ്ഞിട്ടുണ്ടാകും. അപ്പോ ആ ചെക്കനല്ല കുഴപ്പം, പക്ഷെ അവന്റെ അമ്മയായിട്ട് അഭിനയിച്ച ഒരു ചങ്ങായിട്ട്, അവരുടെ അഭിനയം തന്നെ പറയുന്നില്ലേ, പക്ക ആർട്ടിഫിഷ്യൽ ആയിരുന്നു. ഒരു കാല് നഷ്ടപ്പെട്ടു, അതായത് ഹോസ്പിറ്റലിലെ ചികിത്സ പിഴവ് കൊണ്ട് ഒരു കാല് നഷ്ടപ്പെട്ടു പോയ ഒരു കുട്ടിയുടെ പാരന്റ് ഒരിക്കലും ആ രീതിയിൽ ബിഹേവ് ചെയ്യില്ല. ഇനി വേറൊരാളെന്ന് വെച്ചാല് ഈ പടത്തിൽ തന്നെ ഈ ഡോക്ടർ സാമുവലിന്റെ ഹോസ്പിറ്റലിലേക്ക് മെഡിക്കൽ റെപ്പായിട്ട് വരുന്ന ഒരു ചങ്ങായില്ലേ, എന്തായിരുന്നു, ജോജോ എന്നാണ് മറ്റേ ക്യാരക്ടറിന്റെ പേര്, നടന്റെ പേര് എനിക്കറിയില്ല. ആ ചങ്ങായിയെ ഞാൻ ഏതെല്ലോ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ അധികം പൊട്ടിയ പടത്തിൽ തന്നെയാണ് ആ ചങ്ങായി അഭിനയിച്ചിട്ടുള്ളത്. മോശമാക്കി പറഞ്ഞല്ല, പക്ഷെ ഒരു അങ്ങനത്തെ ഒരു ആക്ടർ. ഓക്കെ, അപ്പൊ ഈ ജോജോക്ക് ബൈക്ക് ആക്സിഡന്റ് ആയിട്ട് ഇവന്റെ തലയിൽ ഇങ്ങനെ പ്ലാസ്റ്ററിലിട്ട് കൊണ്ടുവരൂല്ലേ, അപ്പൊ കൊണ്ടുവന്നിട്ട് അവന്റെ കൂടെ അമ്മയുണ്ടാവും. അപ്പൊ ഈ അമ്മ കഥാപാത്രം പറയും, ഇവൻ ഓപ്പറേഷനോ മറ്റു പരിപാടികളൊന്നും ചെയ്യണ്ട, നമുക്ക് മെഡിക്കൽ സപ്പോർട്ട്, അതായത് നഴ്സിംഗ് സപ്പോർട്ട് മാത്രം മതി, നഴ്സുമാരുടെ ഈ പരിചരണം മാത്രം മതി, 2 ദിവസം കൊണ്ട് ഈ ചെക്കൻ എണിച്ച് സംസാരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആലോചിച്ച് നോക്കുക, ഒരു ഭയങ്കര മേജർ ബൈക്ക് ആക്സിഡന്റ് ആയിട്ട് തലയെല്ലാം ഇങ്ങനെ വെട്ടിപ്പൊളിച്ച് ഈ പ്ലാസ്റ്ററിലിട്ട് വന്നിട്ടുള്ള ഒരാളുടെ പാരന്റ് ഈ രീതിയിൽ സംസാരിക്കണമെങ്കിലില്ലേ, ആ പെണ്ണുങ്ങളുടെ തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് അർത്ഥം. ഞാൻ ആകെ 1-2 തവണ ഈ സിനിമ കണ്ടിട്ടു, പക്ഷെ കാണുമ്പോഴെല്ലാം എനിക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടായി തോന്നിയ ഒരു പെർഫോമൻസ് ആയിരുന്നു ആ ജോജോയുടെ അമ്മ കഥാപാത്രം. ഇനി മറ്റൊന്ന് ഈ പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്, പാട്ടല്ല കേട്ടോ, ബാക്ക്ഗ്രൗണ്ട് സ്കോറിനില്ലേ കാര്യമായ കുഴപ്പമുണ്ട്. കാരണം ഇത് ആക്ച്വലി ഒരു പഴയ രീതിക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്കോറിംഗ് ആണ്. നമുക്ക് ആദ്യം ഞാൻ ഈ പടം കാണുന്ന സമയത്ത് നമുക്ക് അങ്ങനെ വലിയ ഡീറ്റെയിലിംഗിലേക്ക് നമ്മൾ പോകില്ലല്ലോ, പിന്നെ ചെറിയ ആളുമാണ്, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നോക്കിയിരുന്നു. അന്ന് അത് അത്യാവശ്യം ഫീലായി. പിന്നെ എപ്പോഴും ഒരു പ്രാവശ്യം കണ്ട സമയത്ത് എനിക്ക് വളരെ ബോറിംഗ് ആയി തോന്നിയത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നു. അതെല്ലാം ഒന്ന് മാറ്റിപ്പിടിച്ച് ഒരു പുതിയ രീതിക്കൊന്ന് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ പിന്നീട് നമ്മൾ കാണുന്ന സമയത്ത് നമുക്കൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവും. ഇനി ഇതിലെ പാട്ടുകളിലേക്ക് വന്നു കഴിഞ്ഞാല് ജനുവരിയിൽ യുവലഹരിയിൽ, അതൊരു അത്യാവശ്യം നല്ല കാണാൻ കൊള്ളാവുന്ന ഒരു പാട്ടായിരുന്നു. കാണാൻ മാത്രമല്ല കേൾക്കാനും നല്ല രസമാണ്. അതിലെ ഒരു സീൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അത് അന്ന് കണ്ടപ്പോഴും ഞങ്ങൾ ഈ സീനില്ല ശരിക്കും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ എന്ന് വെച്ചാല് ഈ പൃഥ്വിരാജും അവരുടെ ക്ലാസ്സിലത്തെ കുട്ടികളെല്ലാം താഴെ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവരുടെ ജൂനിയർ ആയിട്ടുള്ള കുട്ടികള് മേലേന്ന് ബക്കറ്റിൽ വെള്ളം എടുത്ത് ഇങ്ങനെ ഒഴിക്കില്ലേ, അതൊരു പാട്ടിൽ തന്നെ ഇങ്ങനെ സ്റ്റില് ഒരു ഫോട്ടോ പോലെ അത് വരുന്നുണ്ട്.
പറയുന്നുണ്ട്. ഈ സീൻ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ വെള്ളം കോരി ഒഴിച്ചിട്ടുണ്ട്. സോ അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഈ സിനിമ കണ്ടതിന് ശേഷം കേട്ടോ ഞാൻ കോളേജിലെല്ലാം പോകുന്നത്. പിന്നൊന്ന് ഇതിലെ മറ്റേ പാട്ട് ഇത് അഴലിന്റെ ആഴങ്ങളിൽ, അത് ഒരു കാലത്ത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇങ്ങനെ ദേശീയ ഗാനം പോലെ രാവിലെ എണീക്കുന്നു, ഇങ്ങനെ അഴലിന്റെ ആഴങ്ങളിൽ ഇരുൾ ജീവനിൽ, ഇതെല്ലാം ഇങ്ങനെ കേട്ട് കേട്ട് നമുക്ക് ആ സമയത്ത് അങ്ങനെയുള്ള പാട്ടുകളോടൊക്കെ, അതായത് പൊതുവെ പൊളിഞ്ഞിരിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് ഒരു രസമാണല്ലോ അതെല്ലാം എൻജോയ് ചെയ്യാന്ന് വെച്ചാല്. അങ്ങനെ കേട്ട് കേട്ട് പിന്നെ കുറെ ഒരു ബ്രേക്കിന് ശേഷം ഈ അടുത്ത കാലത്ത് ഈ പാട്ട് കേട്ടപ്പോഴത്തേക്ക് ഈ പാട്ട് കേട്ട് സെഞ്ചി അടിക്കാനും മാത്രം ഞാനൊരു ഊളയായിരുന്നു എന്നൊക്കെ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ രസമായിരുന്നു ആ സമയത്ത്, അത് രസമായിരുന്നു. പക്ഷെ നല്ല പാട്ടാണ് കേട്ടോ. വയലാർ ശരത്തിന്റെ പാട്ട്, ഔസേപ്പ് ബഷീറിന്റെ നല്ല മ്യൂസിക്, നല്ല ഫീലുള്ള പാട്ടാണ്. പാട്ടിനെ കുറിച്ച് നമുക്ക് അങ്ങനെ മോശമൊന്നുമില്ല. പിന്നെ മോശം അഭിപ്രായമൊന്നുമില്ല. ഒന്ന് രണ്ട് ഡയലോഗുകൾ എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് ഇതില് ഡോക്ടർ സാമുവല് പൃഥ്വിരാജ് രവി തരകരെ ഹിയറിംഗിന് വിളിപ്പിക്കില്ലേ, മറ്റേ മണിയുടെ മോളുടെ കേസിൽ അയാൾ എന്തുകൊണ്ട് ചികിത്സിച്ചില്ല എന്നൊക്കെ ചോദിച്ചിട്ട് മെഡിക്കൽ നെഗ്ലിജൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ ഹിയറിംഗിന് വിളിപ്പിക്കും. DMO ജില്ലാ കളക്ടറും അവരെല്ലാം വന്നിട്ട്. അന്നേരം പ്രതാപ് പോത്തന്റെ ക്യാരക്ടർ സാമുവൽ കയറി വന്നിട്ട്, സാമുവൽ കുറച്ച് ലേറ്റ് ആയിട്ടാണ് അതിലേക്ക് വരുന്നതെന്ന് തോന്നുന്നു. ആദ്യം വരുന്ന സമയത്ത് തന്നെ പൃഥ്വിരാജിന്റെ കൂടെ ഇല്ല, കുറച്ച് ലേറ്റ് ആയിട്ട് വരും. എന്നിട്ട് ഇയാൾ ഒരു കളവ് പറയും. കളവ് പറഞ്ഞിട്ട് പൃഥ്വിരാജിനെ എങ്ങനെയൊക്കെ രക്ഷപ്പെടുത്തിയതിനു ശേഷം, കളവ് പറഞ്ഞു എന്നുള്ള കാര്യം അതോറിറ്റിക്ക് മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാവും. എന്നിട്ട് ഈ പ്രതാപ് പോത്തൻ, അതായത് ഡോക്ടർ സാമുവല് തരകനോട് പറയുന്നത്, തരകൻ ഞാൻ എന്താണ് ഈ പറഞ്ഞ നുണ എന്ന് പറയുന്നത്, അതാണ് നിന്റെ മേലെയുള്ള എന്റെ പ്രതീക്ഷ. ഞാനിപ്പോ പറഞ്ഞ നുണയാണ് നിന്റെ മേലെയുള്ള എന്റെ പ്രതീക്ഷ, എന്റെ ജീവിതത്തിലെ ആദ്യത്തെ നുണ. അതെനിക്ക് ഭയങ്കര നല്ല, ആദ്യം കേട്ട സമയത്തും പിന്നെ ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ഒരു അടിപൊളി ഡയലോഗ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതിൽ ഏറ്റവും അവസാനം ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത്, അതായത് ഈ ആക്സിഡന്റിനെല്ലാം ശേഷം ഇയാള് രക്ഷപ്പെട്ട് തിരിച്ച് മൂന്നാറിലേക്ക് എത്തുമല്ലോ. അവിടെ വെച്ച് ഇങ്ങനെ പോകുമ്പോൾ സാമുവൽ ഓൾറെഡി മരണപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ സാമുവലിന്റെ ഒരു പ്രസൻസ് നമ്മുടെ തരകന് ഫീൽ ചെയ്യും. അങ്ങനെ തരകൻ അവിടെ ഒരു ബെഞ്ച് ഉണ്ടാവുമല്ലോ, ഒരു ഇരുമ്പിന്റെ ബെഞ്ചിൽ ഇരുന്നതിന് ശേഷം ഇനി അങ്ങോട്ടേക്കാണ് അയാളുടെ ലൈഫ് അയാൾ ഡിസൈഡ് ചെയ്യുന്നത്. അതായത് ഇനി ആണ് ശരിക്കും ഈ രവി തരകന്റെ പ്രൊഫഷനും ലൈഫും എല്ലാം ശരിക്കും എന്താണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ ആ കഥാപാത്രം അയാളുടെ ലൈഫ് എന്താണോ അത് ചൂസ് ചെയ്യുന്നത് ആ ഒരു ഇൻസിഡന്റിന് ശേഷമാണ്. സോ നമുക്ക് ഒരുപാട് ചിന്തിക്കാനുള്ള ഒരു ഭാഗം കൂടി തന്നിട്ടാണ് ആ സിനിമ അവസാനിപ്പിക്കുന്നത്. പിന്നെ എനിക്ക് ഒന്ന് രണ്ട് നെഗറ്റീവായിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാല്, പൊതുവെ ഈ ബോബി സഞ്ജയുടെ തിരക്കഥകളിലെല്ലാം ഇല്ലേ, സാധാരണക്കാരായിട്ട് അഭിനയിക്കുന്ന, അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള, അതായത് ബിലോ ആവറേജ് ക്ലാസ്സിലുള്ള കഥാപാത്രങ്ങളെല്ലാം കുറച്ച് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് കൂടി ഇവര് കുത്തിക്കയറ്റും. ഈ സിനിമയിലെ അനിൽ മുരളിയുടെ കഥാപാത്രമല്ലേ, ആദ്യം ഫസ്റ്റ് ചികിത്സാ പിഴവ് കൊണ്ട് ഒരു കുട്ടി മരിച്ചു പോകുമല്ലോ. അപ്പൊ ആ കുട്ടിയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന ആള് അനിൽ മുരളി അല്ലേ. ആ ക്യാരക്ടറിനെ കുറിച്ചിട്ട് ഒരാൾ പറയുന്നുണ്ട്, അയാളൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതാവാണ്, അത് പോരാഞ്ഞിട്ട് 2-3 ക്രിമിനൽ കേസിൽ പ്രതിയൊക്കെയാണ്. അങ്ങനെ പറയേണ്ട കാര്യം എന്താണുള്ളത്? പൊളിറ്റിക്കൽ പാർട്ടിയിൽ അംഗമായിട്ടുള്ള നേതാക്കന്മാരായിട്ടുള്ള ആൾക്കാർ എല്ലാവരും ഒന്നും ക്രിമിനൽ കേസിലെ പ്രതിയൊന്നുമല്ല. എന്ന് മാത്രമല്ല, ഒരാളുടെ കുട്ടി മരിച്ചുപോയി കഴിഞ്ഞാൽ വളരെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന റിയാക്ഷൻ എല്ലാം എന്തായാലും അവിടെ സംഭവിക്കും. അതിന് ഈ ക്രിമിനൽ കേസിന്റെ ബാക്ക്ഗ്രൗണ്ട് കുത്തിക്കേറ്റേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ മണിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും നമുക്ക് ആദ്യം തന്നെ എന്തൊക്കെയോ ചില ഒരു ദേഷ്യം തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ആ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഇതേ സിനിമയിൽ തന്നെ ഒരു വാർഡ് മെമ്പർ കഥാപാത്രമുണ്ട്, അതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആദ്യം ഈ മണിയുടെ ജോലി പോയതിൽ വല്ലാണ്ട് സന്തോഷിക്കുകയും, പിന്നെ ഈ മണിയുടെ മകളെ ചികിത്സിക്കാതിരിക്കുന്ന സമയത്ത് ആ ഹോസ്പിറ്റലിലേക്ക് കുറെ ആൾക്കാരെല്ലാം കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഒരു സമരം ചെയ്യുന്ന സീൻ ഉണ്ട് തോന്നുന്നു. പൃഥ്വിരാജിന് അവിടെ അടിയെല്ലാം കിട്ടുന്നുണ്ട്, അങ്ങനെയാണ് എന്റെ ഓർമ്മ. സോ ഇങ്ങനെ ചില കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. മേ ബി അവരുടെ ഒരു പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് അവർക്ക് അങ്ങനെ തോന്നുന്നതായിരിക്കും. അതായത് ചില കഥാപാത്രങ്ങളുടെ ക്ലാസ്സിനനുസരിച്ചിട്ടില്ലേ അവരെ വല്ലാണ്ട് ഡിഗ്രേഡ് ചെയ്യും. ശരിക്കും അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും അങ്ങനെയൊന്നും അല്ല, പക്ഷെ അങ്ങനെയുള്ള വളരെ അപൂർവം ചില ആൾക്കാരും ഉണ്ടാകുമായിരിക്കാം. സോ ഇതാണ് അയാളും ഞാനും തമ്മിൽ എന്ന് പറയുന്ന സിനിമ. സോ സീ യു ദി നെക്സ്റ്റ് വീഡിയോ ഓഫ് ആ പഴയ പടം. ബൈ.